മേപ്പാടി ഗവൺമെൻറ് മേപ്പാടി സെൻറ്റ് ജോസഫ്സ് UP സ്കൂളിൽ കാണുന്ന ഹൃദയഭേദകമായ ഒരു കാഴ്ചയാണ്. മുഹമ്മദ് ഹാനി ഇന്നലെ മണ്ണിനടിയിൽ നിന്ന് രക്ഷപ്പെട്ട് അവനെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന അവൻ്റെ ബന്ധുക്കൾ അവനെ കാണാൻ വന്നിരിക്കുകയാണ്. അവൻ്റെ ഉപ്പയും ഉമ്മയും സഹോദരങ്ങളും വെല്ലുപ്പയും വെല്ലുമ്മയും എല്ലാം നഷ്ടപ്പെട്ടവനാണ് അവൻ. അവനെ ആശ്വസിപ്പിക്കാൻ അവൻ്റെ ബന്ധുക്കാരെല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. ആ കുടുംബത്തെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. സമാധാനവും ധൈര്യവും പ്രത്യാശയും അവർക്കുണ്ടാകുവാൻ ഇടയാകട്ടെ. മുണ്ടക്കായിലുള്ളതാണ്. മുണ്ടക്കായി ടോപ്പ് പൊട്ടിയ സ്ഥലത്തുള്ളതാണ്. അവിടെ ഇപ്പം ഞാനും എൻ്റെ കുടുംബം രക്ഷപ്പെട്ട് വന്നിട്ടുണ്ട്. ബാക്കി എൻ്റെ ഏട്ടൻ്റെ പെണ്ണുങ്ങളും പിന്നെ അനിയൻ്റെ പെണ്ണുങ്ങളും ഇമ്മയും പിന്നെ എൻ്റെ കാക്കു പിന്നെ ചെറിയൊരു മക്കള് ഒരു മോനെ മാത്രമാണ്, ഏട്ടൻ്റെ ഒരു മോനും ഒരു അനിയൻ്റെ ഒരു മോളെയും മാത്രമാണ് എനിക്ക് തിരിച്ചു കിട്ടിയത്. പിന്നെ 3 മയ്യത്താണ് കിട്ടിയിട്ടുള്ളത്. ബാക്കി ഇവരൊക്കെ കിട്ടാനുള്ളതാണ്. ഏട്ടനെയും അനിയനെയും പിന്നെ ഏട്ടൻ്റെയും അനിയൻ്റെയും പെണ്ണുങ്ങളും ഉമ്മച്ചിയും വാപ്പച്ചിയും എല്ലാം ഞങ്ങളെ മുണ്ടക്കായി ആ പള്ളിൻ്റെ തൊട്ടടുത്തുള്ള ആ പുരയിലാണ് ഒരു താമസിച്ചിരുന്നത്. അതിന് നേരെ താഴേക്ക് താന്നതാണ്. അത് മണ്ണ് വന്നിട്ട് ഇടിഞ്ഞ് താഴത്തേക്ക് പോയതാണ്. അങ്ങനെയാണ് അവർ ഉരുള് പൊട്ടി വരുന്നത്. ഇപ്പോഴും ഓല അവിടെ തന്നെ ഉണ്ടാവും. എവിടെ തിരയാൻ പറയും നിങ്ങൾ. ഇതുവരെ കിട്ടിയിട്ടില്ല. പിന്നെ അവിടെ ഇവിടെയൊക്കെ വന്നിട്ട് തിരിച്ചറിയാനും കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ അടിയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു മോനാണ് രക്ഷപ്പെട്ടപ്പോൾ എൻ്റെ കൂടെ ഉള്ളത്. മുഹമ്മദ് ഹാനി. മുഹമ്മദ് ഹാനി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കണ്ടതായിട്ടുള്ള ആ മോന്, അവനെ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അവൻ്റെ ഉപ്പ ഉമ്മ വെല്ലിപ്പ വെല്ലിമ്മ എല്ലാവരും നഷ്ടമായിട്ടുണ്ട്. ഹാനിനും കിട്ടിയിട്ടുണ്ട്. ശംസുഖാന്റെ ചെറിയ ഒരു മോളിയും കിട്ടിയിട്ടുണ്ട്. ഇവർ 2 ബാക്കിയായിട്ട് കിട്ടിയിട്ടുള്ളത്. പിന്നെ അലിഖാന്റെ മോള് മരിച്ചിട്ടുണ്ട്. പിന്നെ ബോഡി കിട്ടി, മറവ് ചെയ്തതാണ്. പിന്നെ അലിഖാന്റെ അമ്മായിമാനെയും കിട്ടിയിട്ടുണ്ട്. ബാക്കി ഇത്രയും പേരെ കിട്ടാനാണ്, ഇതുവരെ കിട്ടിയിട്ടില്ല. ഞങ്ങൾ ആ സമയത്ത് പിന്നെ അലിക്കൊക്കെ മാറാന്നില്ല പോലൊക്കെ ഞങ്ങളൊക്കെ അവിടുന്ന് ഇങ്ങോട്ട് പോന്നു. അപ്പം തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പോന്നിക്കണ്. ചൂരൽമല വന്ന് ഇവര് ഞങ്ങളെ ബേക്കിൽ വരാ. ചൂരൽമല അലിഖാന്റെ പിന്നെ അനിയത്തിയുണ്ട്. ആ വീട്ടിലേക്ക് പോകാൻ ഞങ്ങൾ അലിഖാൻ എൻ്റെ ഏട്ടനാണ്. ഇന്നലെ മുതൽ എല്ലാ മാധ്യമങ്ങളും അലിഖായെ കുറിച്ച് പറയുന്നുണ്ട്. അലിഖാനെ പറഞ്ഞത് ഞാനാണ്. ആ അലിഖാനാണ് പറയുന്നത്. ഇവിടെ മേപ്പാടി മാനിവയൽ വർക്ക്ഷോപ്പ് നടത്തുന്നതാണ്. വർക്ക്ഷോപ്പുകാരനാണ്, മെക്കാനിക്കാണ്. മൂപ്പര് എല്ലാവരും അറിയപ്പെടുന്ന ഒരാളാണ്. ഫോട്ടോ ഞാൻ കാണിക്കാം. പുള്ളി അടക്കം പോയിട്ടുണ്ട്. ഇത്രയും ഞങ്ങൾ രക്ഷപ്പെട്ടു പോകുന്നതാണ്. ഇത് പിന്നെ അനിയന്റെ പെണ്ണുങ്ങളാണ്, ഭാര്യയാണ്. ഇത് ഞാൻ പറഞ്ഞ എൻ്റെ ഏട്ടനാണ്. മൂപ്പരൊന്നും കിട്ടിയിട്ടില്ല. ഇത് ഏട്ടൻ്റെ പെണ്ണുങ്ങള്. ഈ കുട്ടീനെ മരിപ്പ് കിട്ടിയതാണ്. ഇവരെ കിട്ടിയിട്ടില്ല. പിന്നെ ഉമ്മച്ചിയും വാപ്പച്ചിയും വേറെ ഉണ്ട്. ഓരും കണ്ടെത്തിയിട്ടില്ല, ഇതുവരെ കിട്ടിയിട്ടില്ല. മുണ്ടക്കായിൽ. എൻ്റെ പേര് സുബൈർ മുണ്ടക്കായിൽ. ദൈവം നമ്മളെ ആശ്വസിപ്പിക്കുക, അല്ലാതെ മാനുഷികമായിട്ട് വാക്കുകൊണ്ട് ആശ്വസിക്കാൻ കഴിയല്ല. ദൈവത്തിന്റെ സ്വസ്ഥതയും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. ഞങ്ങളെ എല്ലാം പോയി. നമ്മളെ നാട്ടുകാർ മൊത്തം പോയിക്കണം. ഒരുവിധം എല്ലാവരും പോയി. ഇപ്പോൾ ഞങ്ങളതിൽ പെട്ട ഒരു 8-10 ആൾക്കാരാണ് ഇപ്പോൾ കാണാൻ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. ഒരു 10-15 ആൾക്കാർ. ബാക്കി ഒരുവിധ ആൾക്കാരൊക്കെ പെട്ട് മുണ്ടക്കായിൽ. അവിടെ ഒരുപാട് ഒരു 10-200 കുടുംബമുണ്ട്. 200 കുടുംബത്തിലൊരു 4-3 പെരയാണ് അവിടെ ബാക്കി നിൽക്കുന്നത്. ഇപ്പോൾ നിലവിൽ കണ്ടിട്ടുള്ളത് 3 പെരയാണ്. ബാക്കിയൊക്കെ എല്ലാം പോന്നിട്ടുണ്ട്. ഒന്നുമില്ല അവിടെ. മുണ്ടക്കായി നേരെ വന്ന് ചൂരൽമല. ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം എത്തിയിട്ടുണ്ട്. ഇന്ന് രാവിലെയാണ് ഞാൻ അലിഖാന്റെ മോളെ പഞ്ചായത്തിലേക്ക് കൊണ്ടുവന്ന. അപ്പം അതിൻ്റെ പോലെ പിന്നാലെ ഓടുകയായിരുന്നു. അലിഖാനൊക്കെ ഇതാക്കാൻ വേണ്ടിയിട്ട് പോയത്. ഭക്ഷണം കഴിച്ചു. ഇപ്പം ഇന്ന് രാവിലെ കുട്ടികളെ ഇവിടെ കൂടുന്ന് ആക്കിയിട്ട് നിൽക്കുകയാണ്. നിങ്ങൾ ഒറ്റപ്പെട്ടു പോയി. ബാക്കിയാണ് പോയത്. നിങ്ങൾ അതിനെക്കുറിച്ച് ഇപ്പം കോഴിക്കോട് രൂപതയുടെ ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് പുനരധിവാസത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും ഗവൺമെന്റിനോട് ചേർന്ന് ചെയ്തു തരുമെന്ന്. അപ്പം നിങ്ങൾ ഒറ്റപ്പെട്ടു എന്ന് വിചാരിക്കേണ്ട. ഞങ്ങൾ എല്ലാവരും ദേശവാസികളൊക്കെ അലിഖാന്റെ കുടുംബം എന്റെ ബാക്കിലോലെ കണ്ടെത്തി തരണം. അവിടെ ഇവിടെ കണ്ടിട്ടുണ്ട്, തിരിച്ചറിയണില്ല എന്ന് പറഞ്ഞു കൊണ്ട് കണ്ടെത്തി തരണം. ഓക്കെ, അത് നമ്മൾ സർക്കാരിനെ അറിയിക്കാം. സർക്കാരിനെ നമ്മൾ എത്രയും വേഗത്തിൽ ഈ കാര്യം അറിയിക്കുന്നതായിരിക്കും.